ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ബെസ്റ്റ് സൺസ്ക്രീൻ ഏതാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് കാണും. നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റും കൂടെ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഏത് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്. ഈ സ്കിൻ ടൈപ്പ് ഒക്കെ ചൂസ് ചെയ്തിട്ട് തന്നെയാണ് സൺസ്ക്രീനിന്റെ. ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാം, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയാത്തവരുണ്ട് കേട്ടോ. അപ്പൊ സൺസ്ക്രീൻ ഞാൻ ഇടാൻ തുടങ്ങിയത് 10th കഴിയാൻ ആ ഒരു ടൈം ആവുമ്പോഴായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, സൺ പ്രൊട്ടക്ഷൻ വേണം, ആ ഒരു ചിന്തകളൊക്കെ വന്നു തുടങ്ങിയത് ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് സ്കിൻ ടൈപ്പ് നോക്കാൻ അറിയില്ല, ഏതാണ് അങ്ങനെ ഒന്നും എനിക്കറിയാം, ഞാൻ ഓയിലി സ്കിൻ ആണെന്ന് അറിയാം, പക്ഷെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് സൺസ്ക്രീൻ എന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. അതിന് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത സൺസ്ക്രീൻ ഏതായിരുന്നു, അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല ഒരു നമുക്ക് അന്നൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ഇതായിരുന്നു, എന്താണ് എന്തോ ഒരു ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ മനസ്സിലായല്ലോ. അപ്പൊ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം ട്യൂഷന് പോയി സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട്. ട്യൂഷൻ ക്ലാസ്സിൽ എത്തിയപ്പോ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്വെറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റ് കാസ്റ്റ് പോലൊരു സംഭവം ഒലിച്ചിറങ്ങി ആകെ ചടച്ചിന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത്. ഞാൻ വേഗം പോയിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോ ഓരോന്നിനും ഓരോരോ ഇതുണ്ട്. പിന്നെ നമുക്ക് 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവുമല്ലോ, ലോങ് ലീവ് ആവുമല്ലോ. ആ ലീവിൽ ഞാൻ അങ്ങനെ സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ +1 ഞാനൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മിനിമലിസ്റ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിനിമലിസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തീരെ അത് പറ്റുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും ഈ പ്രൊഡക്റ്റിന്റെ കുഴപ്പമാണോ അതോ എനിക്ക് ചേരാത്തതാണ്. അപ്പോൾ പിന്നെ വീണ്ടും അത് കഴിഞ്ഞപ്പോൾ ഓർഡർ ചെയ്തു. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒത്തു പോകുന്നില്ല. ഫേസ് നല്ല രീതിയിൽ ഡള്ളാവുക, ഡാർക്ക് ആവുക, ആ ഒരു രീതിയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്കിൻ ടൈപ്പിനനുസരിച്ച് ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈ സ്റ്റൈൽ ഉണ്ണി പറഞ്ഞിട്ടൊരു ചാനല്. ആ ഒരു പുള്ളിക്കാരിയുടേതും എന്റെ ഒരേ സ്കിൻ ടൈപ്പാണ്, ഓയിലി സ്കിൻ ആണ് ഞാൻ ബേസിക്കലി. അപ്പോൾ അവർക്ക് അങ്ങനെ തന്നെ പിമ്പിൾസ് ഒക്കെ ചില സമയത്ത് വരലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ് ഇപ്പൊ കറന്റ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യാനുള്ള ഒരു കാര്യം, ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയിസ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സൺസ്ക്രീനെക്കാട്ടി ഒരിക്കലും ഇഷ്ടം മോയിസ്ചറൈസർ ആണ്. ഞാൻ ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇപ്പൊ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യല് ബേസിക്കലി. പക്ഷെ ഞാൻ ആദ്യം മോയിസ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡോട്ട് ആൻഡ് കീയുടെ തന്നെയായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ചാൽ അതിട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര ഗ്ലോ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുക, ഭയങ്കര കംഫർട്ട് ആയിട്ടും ഫോർ എന്റെ ഓയിലി സ്കിൻ ആയിട്ട് പോലും എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സൺസ്ക്രീൻ തീരെ പറ്റാതെ എപ്പോഴും വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ സൺസ്ക്രീൻ ഉണ്ടായപ്പോൾ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ പ്ലം യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെർംഡോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൺസ്ക്രീനും കൂടെ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ അടുത്തുള്ള ഷോപ്പിലും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ബ്രാൻഡ്, ഒരു യെല്ലോ കളറാണ്, കറക്റ്റ് പേര് ഓർമ്മ കിട്ടുന്നില്ല. ആ ഒരു സൺസ്ക്രീൻ പാക്കറ്റ് യെല്ലോ കളർ, ഇങ്ങനത്തെ ഒരു തന്നെയാണ്, പക്ഷെ യെല്ലോ ആണ്. അപ്പോൾ ഫൈനലി ഞാൻ ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനോട് അബ്സോർബ് ആവും, ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് എന്റെ ഓയിലി സ്കിന്നിന് മാത്രം സ്യൂട്ട് ആവുന്നതായിരുന്നു, പക്ഷെ എന്റെ അനിയത്തിയുടെ നോർമൽ സ്കിൻ ആണ്, അമ്മ ഒക്കെ യൂസ് ചെയ്യുന്നത്, എല്ലാവർക്കും നല്ല സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീന് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ ആണ്. SPF PA++++ ആണ്. അപ്പോൾ എനിക്ക് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഓൾ സ്കിൻ ടൈപ്പിന് നല്ല അടിപൊളിയായിട്ടും. ഇപ്പൊ ഞാൻ കറന്റ് മാമ വീട്ടിലേക്ക് പോയ ടൈമിൽ കൂടെ അഞ്ജുചി യൂസ് ചെയ്തിരുന്ന മിനിമലിസ്റ്റ് ആയിരുന്നു. ഞാൻ അനുഭവിക്കുന്ന അതേ സെയിം പ്രശ്നം അഞ്ജുചി ഉണ്ടായിരുന്നു. ഇനി ഞാൻ അനുഭവിച്ചിരുന്ന ആ ഒരു പ്രശ്നം, സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാവുക. അപ്പൊ അഞ്ജുചി ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അഞ്ജുചിക്ക് പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി ഓൾ സ്കിൻ ടൈപ്പിന് ഞാൻ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ വരാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു വാട്ടർമെലൻ കൂളിംഗ് സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഓക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരിക്കലും ഓക്കെ ആവാതിരിക്കൂല, അത്ര അടിപൊളി സൺസ്ക്രീൻ ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് ഇത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ, നല്ലൊരു പ്രൊഡക്റ്റ് ആണ്.
എനിക്ക് ഈ സൺസ്ക്രീൻ നല്ല രീതിയിൽ ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ മോയ്സ്ചറൈസർ പോലും യൂസ് ചെയ്യില്ല, സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അടിപൊളിയാട്ടോ, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. ഞാൻ എനിക്കൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്, ബെസ്റ്റ് സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. വൺ ഓഫ് ദി ടോപ്പ് സൺസ്ക്രീൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സൺസ്ക്രീൻ. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. ഒരു ബോട്ടിൽ കഴിഞ്ഞ് രണ്ടാമത്തെ ബോട്ടിലാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായ ഒരു സൺസ്ക്രീൻ. അത്രയും പറയണമെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളി ആയിട്ടാട്ടോ. സീരിയസ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഡീകൺസ്ട്രക്റ്റിന് സൺസ്ക്രീൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് ഇതാണ്, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണയൊക്കെ വന്നിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് പേര് കാണുന്നത് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മാർക്ക് ചെയ്ത് കേട്ടോ. ദിസ് ഈസ് അഭിനവ് സൈനിങ് ഔട്ട്. ബൈ.